ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബാൽസം ചെടീൻ്റെ റീപോർട്ടിംഗ് വീഡിയോ ആണ് എടുക്കുന്നത്. ഇതൊക്കെ നമുക്ക് ഒരുപാട് ബാൽസം ചെടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് ചെടികൾ നമ്മൾ കുറച്ച് ക്ഷീണിച്ചിട്ടുണ്ട്. അതിനൊന്ന് റീപോർട്ട് ചെയ്യാൻ സമയമായിട്ടുണ്ട്. നമ്മൾ പല പ്രാവശ്യമായിട്ട് റീപോർട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു ബാൽസം ചെടിയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നല്ല ലൈറ്റ് പിങ്ക് ഷെയ്ഡിൽ നല്ല വലുപ്പത്തിൽ തന്നെ ഒരുപാട് പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് മുട്ടുകളും ഉണ്ട്. വേറൊരു ടൈപ്പ് ബാൽസം ചെടിയാണ്. നല്ല ഡാർക്ക് പിങ്ക് ഷെയ്ഡിൽ വരുന്നതാണ്. നമ്മൾ വലിയൊരു പോട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. ഇതിലും നിറച്ച് പൂക്കളുണ്ട്. നമ്മൾ ടെറസിൻ്റെ മുകളിലാണ് ഈ ചെടി വെച്ചിട്ടുള്ളത്. ഒരുപാട് വെയിലൊന്നും പറ്റൂലെങ്കിൽ നല്ല ടെറസിൻ്റെ മുകളിൽ തന്നെ നമ്മൾ നല്ല ഷെയ്ഡുള്ള സ്ഥലത്ത് നോക്കിയിട്ടാണ് വെച്ച് കൊടുത്തത്. ചെടി നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഈ പ്രൂൺ ചെയ്തിട്ട് മാറ്റി മാറ്റി നട്ടു കൊടുക്കാറുണ്ട്. അതാണ് നമുക്ക് ഒരുപാട് ചട്ടികളിലായിട്ട് ബാൽസം ചെടി നമ്മൾ വളർത്തിയെടുക്കുന്നുണ്ട്. ഇങ്ങനെ ചട്ടിയിൽ നമ്മൾ വിട്ട് നട്ടു കൊടുത്താലേ ഉള്ളൂ ഈ ചെടി നശിക്കാതെ നമുക്ക് വീട്ടിൽ എന്നും ഉണ്ടായിട്ട് കിട്ടുള്ളൂ. ഒരു സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചെടി തനിയെ നശിക്കാൻ തുടങ്ങാറുണ്ട്. അപ്പോൾ അങ്ങനെ ആ നശിച്ച് വരുന്ന സമയത്തിന് മുന്നേ നമ്മൾ പ്രൂൺ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതുപോലെ നമ്മൾ ഈ ചെടി എന്നും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരുതരം പുഴുക്കൾ വന്നിട്ട് ഇതിൻ്റെ ഇലയൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എന്നും ഈ ചെടിയെ നോക്കണം. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകുന്നൊരു ചെടിയാണ്. ചെറിയൊരു കെയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് നിറച്ചും പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം. നമുക്കിനി റീപോർട്ട് ചെയ്തെടുക്കാനുള്ള ആ ഒരു പോട്ട് കാണാം. ഇതാണ് നമ്മൾ റീപോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പോട്ട്. ഒരുപാട് പൂക്കൾ ഉണ്ടായിരുന്ന നല്ലൊരു വലിയൊരു പ്ലാന്റ് ആയിരുന്നു ഇത്. അപ്പോൾ അതിൽ നിന്ന് കുറേ പുഴുക്കളൊക്കെ വന്നിട്ട് ഇതിൻ്റെ ഇലയൊക്കെ തിന്ന് നശിപ്പിച്ചിട്ടുണ്ട്. കുറേ കാലം നമ്മൾ പൂവിട്ട് കഴിഞ്ഞാൽ ഈ ഒരു ചെടി ഈ ഒരു അവസ്ഥയിലേക്ക് മാറും. അപ്പം ഈ ഒരു ചെടിയിൽ നമുക്ക് കുറച്ച് കമ്പൊക്കെ പൊട്ടിച്ചിട്ട് ഈ പോട്ടൊന്ന് മാറ്റിയെടുക്കാം. ഞാൻ ഈ ഒരു പോട്ടിൽ നിന്ന് നമ്മുടെ ചെടി ഇളക്കി മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ എടുക്കുന്ന നേരം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വേരുകളൊന്നും പൊട്ടാതെ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലെങ്കിൽ വേര് പോയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഏകദേശം അത്യാവശ്യം നല്ല വേരുകളും നല്ല കട്ടിയുള്ള തണ്ടുകളും തന്നെയാണ്. നമുക്ക് റീപോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നന്നായിട്ട് പിടിച്ച് കിട്ടുന്നതുമാണ്. ഇത് നമ്മളിപ്പോൾ ഓരോ തൈകളായിട്ട് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. 2 വെറൈറ്റിയിലുള്ള ബാൽസം ചെടി ഉണ്ട്. ഇതിൻ്റെ ഇല ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് കാണാം. ഇത് സാധാരണ വേറൊരു വെറൈറ്റി ബാൽസം ചെടിയാണ്. ഇത് നല്ല ലൈറ്റ് പിങ്കിൽ വരുന്നൊരു ബാൽസം ചെടിയാണ്. ഇതുപോലെ തന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് കുഴിച്ചിടുകയാണെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് പോട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ ആ പഴയുള്ള പോട്ട് മിക്സ് ഒന്ന് മാറ്റുന്നുണ്ട്. നമുക്ക് പുതുതായിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ആദ്യം ഞാൻ ഇവിടുന്ന് കുറച്ച് ചകിരിച്ചണ്ടിയാണ്. അത് നമുക്ക് പോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് ഞാൻ ചേർക്കുന്നത് കുറച്ച് മരക്കരിയാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് വെള്ളം കെട്ടി നിൽക്കാൻ പറ്റാത്തൊരു ചെടി കൂടി ആയതുകൊണ്ട് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളം നന്നായിട്ട് വലിച്ചെടുക്കുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് പോട്ട് മിക്സ് ആയിട്ട് ഗാർഡനിങ് സോയിലും ചാണകപ്പൊടിയും കൂടിയും ചേർത്തിട്ടുള്ള മിശ്രിതം കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് മണ്ണും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരിക്കലും ചെടി മൊത്തമായിട്ട് നമ്മൾ പോട്ട് നിറച്ച് മണ്ണിട്ട് കൊടുക്കരുത്. നമ്മൾ ഏകദേശം കുറച്ച് നല്ല പീസസ് നോക്കിയിട്ട് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ചെടി കണ്ടാൽ തന്നെ അറിയാം, ഇതിൻ്റെ കണ്ടില്ലേ ചുറ്റും വേരുകളൊക്കെ വന്നിട്ടുണ്ട്. അതിനാൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടുന്നതാണ്. ഓരോ ലീഫിൻ്റെ അടുത്തുനിന്നും ഇതിൽ നിന്നിങ്ങനെ വേരുകൾ വന്നിട്ടുണ്ട് ചെറിയ ചെറിയ. അതുപോലെ തന്നെ ബാക്കിയുള്ള കുറച്ച് പീസുകളും കൂടിയുണ്ട്. വേരോട് കൂടിയിട്ടുള്ള പീസും ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ കമ്പ് മുറിച്ചെടുത്തിട്ടുള്ള പീസുകളും ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഓരോന്നായിട്ട് ഈ പോട്ടിലേക്ക് ഓരോ കമ്പേച്ച് ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് ആഴ്ത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് ബാക്കിയുള്ള ഭാഗത്തേക്ക് കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം ഈ പോട്ടൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി നമുക്ക് കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുത്തിട്ടുമുണ്ട്. നമ്മൾ മഴക്കാലത്തൊക്കെ ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു പോട്ടിൽ വെള്ളം കെട്ടി നിൽക്കാനേ പാടില്ല. ഇതിൻ്റെ തണ്ടൊക്കെ നോക്കിയാൽ തന്നെ അറിയാം കുറച്ച് വെള്ളമുള്ളൊരു ടൈപ്പാണ്. കൂടുതൽ വെള്ളം നിന്നിട്ടുണ്ടെങ്കിൽ വേരുകൾ ചീഞ്ഞു പോകും. അതുപോലെ തന്നെ ഇലകൾ പെട്ടെന്ന് തന്നെ മഞ്ഞ നിറമാവുകയും ചെയ്യും. കുറച്ച് വെയിലുള്ള സ്ഥലത്താണ് നമ്മൾ ഈ ചെടി വെക്കാൻ വേണ്ടിയിട്ടുള്ളത്. വീഡിയോ അവസാനിക്കുകയാണ്. ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ബാൽസം ചെടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ കെയറുകളൊക്കെ ചെയ്തിട്ട് വളർത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ ബാൽസത്തിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. സിംഗിൾ പെറ്റൽ തന്നെ ആയിട്ട് അധികം വലിപ്പമൊന്നുമില്ലാത്ത ഒരു പിങ്ക് ഷെയ്ഡ് തന്നെയാണ്. നമ്മളിപ്പം കാണിച്ച 3 പിങ്ക് ഷെയ്ഡാണെങ്കിലും
മൂന്നും വെറൈറ്റി ആയിട്ടുള്ളത് പിങ്ക് ഷെയ്ഡാണ്. നമ്മൾ ടിപ്സ് കാര്യങ്ങളൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മളെ നഴ്സറികളിൽ പലതരത്തിലുള്ള കളറിലുള്ള ബാൽസം ചെടികൾ ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ പുതുതായിട്ട് മേടിച്ചെടുക്കുമ്പോൾ ഈ രീതിയിൽ വളർത്തിയെടുക്കാൻ നിങ്ങൾ നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.